ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 31 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 32-ാമത്തെ ശ്ലോകം നോക്കാം. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയാ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. കൗന്ദേയ, ഹേ കുന്തിപുത്ര, അനാദിത്വാത് നിർഗുണത്വാത്, അനാദിത്വവും നിർഗുണത്വവും കാരണം. അനാദിത്വവും നിർഗുണത്വം. അനാദിത്വം എന്നാൽ ആദിയും അന്തവും ഇല്ലാത്തത്, അതായത് ശാശ്വതമായ നിത്യമായ ഭാവം എന്നർത്ഥം. നിർഗുണത്വം അതായത് ഗുണാതീത ഭാവം. ഈ അനാദിത്വവും നിർഗുണത്വവും കാരണം അവ്യയമായ, അതായത് വികാരരഹിതനായ അഥവാ മാറ്റമില്ലാത്തതായ അയം പരമാത്മാ, ഈ പരമാത്മാവ്, ശരീരസ്ഥഃ അപി, ശരീരത്തിൽ സ്ഥിതി ചെയ്താലും, ന കരോതി, ഒരു കർമ്മവും ചെയ്യുന്നില്ല, ന ലിപ്യതേ, ഒരു കർമ്മവും അഥവാ കർമ്മഫലങ്ങളും ഈ ആത്മാവിനെ ബാധിക്കുന്നുമില്ല, അഥവാ ആത്മാവൊന്നിലും ബദ്ധനാകുന്നുമില്ല. ഹേ കുന്തിപുത്ര, അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഹേ അർജുന, അനാദിത്വവും നിർഗുണത്വവും കാരണം, അതായത് ശാശ്വതമായ ഭാവവും ഗുണാതീതമായ ഭാവവും കാരണം അവ്യയനായ ഈ പരമാത്മാവ്, അതായത് ഒരു കാലത്തും മാറ്റമില്ലാത്തതായ പരിണാമവിധേയനാകാത്തതായ ഈ പരമാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്താലും ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കർമ്മവും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ഈ ആത്മാവിനെ ബാധിക്കുന്നതുമില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രിയ മനോബുദ്ധികളാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ആത്മാവ് ഒരു സാക്ഷി മാത്രമാണ്. ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ലിപ്യതേ എന്നാൽ പുരളുക എന്നാണ് അർത്ഥം. ലേപനം ചെയ്യുക എന്ന് നമ്മൾ പറയുക, അതിൽ നിന്നാണ് ലിപ്യതേ എന്ന വാക്ക് ഉണ്ടാകുന്നത്. ലേപനം ചെയ്യുക എന്ന് വെച്ചാൽ പുരട്ടുക. ലിപ്യത എന്ന് പറഞ്ഞാൽ പുരളുക, ശരീരത്തിൽ പുരളുക. കർമ്മഫലങ്ങൾ ആത്മാവിനെ അഥവാ ആത്മാവിൻ്റെ മേൽ പുരളുന്നില്ല എന്ന് വെച്ചാൽ ആത്മാവിനെ ഇവയൊന്നും ബാധിക്കുകയില്ല. ഒരു ഭൗതിക ശരീരത്തിൻ്റെ ഉൽപ്പത്തിയിൽ അഥവാ ഒരു ജീവി ജനിക്കുമ്പോൾ ഒരു ജീവാത്മാവ് പിറന്നു എന്ന് നമുക്ക് തോന്നും. വാസ്തവത്തിൽ ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. മനോബുദ്ധി അഹങ്കാരങ്ങളും, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങളും അടങ്ങുന്ന സൂക്ഷ്മ ശരീരമാണ് ആത്മാവുമായി ചേർന്ന് ഭൗതികദേഹം സ്വീകരിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ സൂക്ഷ്മശരീരം ആത്മാവുമായി ചേർന്ന് ഭൗതിക ശരീരം സ്വീകരിക്കുമ്പോൾ ഈ കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നത് ഈ സൂക്ഷ്മശരീരമാണ്. ഈ സൂക്ഷ്മശരീരത്തോട് ചേർന്നിരിക്കുന്ന ആത്മാവ് അതിന് ചൈതന്യം പകരുന്ന ഊർജം മാത്രമാണ്.
കർമ്മങ്ങളൊന്നും ആത്മാവ് ചെയ്യുന്നില്ല. ഈ ശരീരത്തെ കൊണ്ട് അത് ചെയ്യിക്കുവാനുള്ള ഊർജം മാത്രമായി, ഒരു സാക്ഷി മാത്രമായാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഭൗതിക ദേഹം നശിക്കുമ്പോഴും അഥവാ പരിണാമവിധേയമാകുമ്പോഴും സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല, സൂക്ഷ്മ ശരീരം ഇല്ലാതെയാവുന്നില്ല. അത് ആത്മാവിനോടൊപ്പം പുതിയ ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ പുതിയൊരു ശരീരം സ്വീകരിക്കുമ്പോൾ ആത്മാവിനോടൊപ്പം ഈ സൂക്ഷ്മ ശരീരവും ഉണ്ടാകും. സഞ്ചിത കർമ്മഫലങ്ങളെല്ലാം ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ ജന്മങ്ങളിൽ ആർജിച്ച കർമ്മഫലങ്ങളും വാസനകളുമെല്ലാം ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ആ സൂക്ഷ്മ ശരീരവും ആത്മാവും ചേർന്നാണ് പുതിയ ശരീരം സ്വീകരിക്കുന്നത്, പുതിയ ഭൗതിക ശരീരം സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ സഞ്ചിത കർമ്മഫലങ്ങളെല്ലാം അറ്റ് കഴിയുമ്പോൾ, ഈ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർന്നു കഴിയുമ്പോൾ, പ്രാരാബ്ധങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം മൂലപ്രകൃതിയിൽ ലയിക്കുന്നു. ആത്മാവ് മുക്തനായി പരമാത്മാവിലും ലയിക്കുന്നു. ഇതിനാണ് മുക്തി എന്ന്, മോക്ഷം, സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.